ഇതിന് ശേഷമായിരിക്കും മമ്മി ശരിക്കുള്ള അഭിപ്രായമൊക്കെ പറയാൻ പോകുന്നത്. എനിക്ക് സത്യം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാര്യം പുലിമടയിലാണ് കയറി പണിയുന്നത്. ഇത് എന്താ പറയുക, ജഡ്ജ് ചെയ്യാൻ ഒരാളെ വിളിക്കണം, ക്ഷണിക്കണം. എനിക്ക് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഇത്രയും പേടിയില്ലായിരുന്നു. ഓക്കെ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വക ഒരു ചാമിങ് നമസ്കാരം. സോ ഇന്ന് നമ്മളുള്ളത് എൻ്റെ വൈഫ് ഹൗസിലാണ്. കയ്യൂന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടിപൊളി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഗ്രീനറിയൊക്കെ ഉള്ളൊരു സൂപ്പർ സ്പേസാണ്. ഇവിടെ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. സോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് വീട്ടിൽ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരു പോർക്ക് ബേസ്ഡ് ഡിഷാണ്. സോ വീട്ടിൽ ഈ പന്നിയിറച്ചി അങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറില്ല. വീട്ടിലാർക്കും അങ്ങനെ താല്പര്യമില്ല. പക്ഷേ നമ്മൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ പുതിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറാൻ നേരത്ത് വി ഹാഡ് ടു എക്സ്പ്ലോർ പോർക്ക്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പന്നിയിറച്ചി എന്ന് പറഞ്ഞ സാധനം. പിന്നെ അതിന് ശേഷം വീട്ടിലെ നാടൻ പോർക്ക് ഇറച്ചിയൊക്കെ എനിക്ക് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് കല്യാണം കഴിഞ്ഞിട്ടാണ്. സോ അത് വൈഫിൻ്റെ മദറാണെങ്കിൽ അടിപൊളി പോർക്ക് റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. സോ കുറേ നാളെ കൊണ്ട് മനസ്സിൽ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഒരിക്കൽ നമ്മളും കൂടി ഒന്ന് ട്രൈ ചെയ്യണം ഒരു പോർക്കിൻ്റെ ഒരു റെസിപ്പി. സോ അങ്ങനെ ആ കലാപരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. സോ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പോർക്കുണ്ട്. കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. വേറെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക്. നോർമൽ ഒരു രീതിയല്ല, അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ചെറിയൊരു സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു പാനൊക്കെ വെച്ചിട്ട് ലൈറ്റായിട്ട് പോർക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം പോർക്കിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. സോ നല്ല സ്കിന്നിൻ്റെയും പിന്നെ ലീൻ മീറ്റും നല്ല മീറ്റാണ്. അപ്പം ഏകദേശം ഒരു കിലോ 1.25 കിലോ അടുപ്പിച്ചുണ്ട് ഇത് പോർക്ക്. അപ്പം ഇത് സാധാരണ നിങ്ങൾ നോക്കുന്ന മാതിരിയുള്ളൊരു സ്റ്റൈൽ ഓഫ് കുക്കിംഗ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടെക്നിക്ക് വൈസ് കുറച്ച് യൂറോപ്യൻ എലിമെൻ്റ് ഉണ്ട്. പക്ഷേ സംഗതി നാടനാണ്. അപ്പം ബേസിക്കലി പോർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്കിൻ്റെ സ്കിന്നും ആ ലീൻ മീറ്റിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് മീറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പം ബേസിക്കലി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റെൻഡർ ചെയ്യും. ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബാഡിങ് എന്ന് പറയും. ബാഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ദ മീറ്റ് ഇൻ ഇറ്റ്സ് ഓൺ ഫാറ്റ്. അതാണ് ബാഡിങ് എന്ന് പറയുന്നത്. ഭയങ്കര ടെക്നിക്കലാണ്. നമ്മൾ സാധാരണ പോർക്കിൻ്റെ നെയ്യിൽ കുക്ക് ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഒന്നും കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ അത്യാവശ്യം നല്ല എണ്ണയുണ്ട്. അപ്പോൾ ഈ പോർക്കിൻ്റെ ഒരു ഫാറ്റിൽ കുക്ക് ചെയ്യുമ്പം ടേസ്റ്റ് വേറെ തന്നെ ലെവലാണ്. അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് നന്നായിട്ട് കഴുകി റെഡിയാക്കിയിട്ട് നല്ല പാൻ, അതിപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു പാനാണ് വെച്ചിരിക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇങ്ങനെ ഈ പീസസ് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെക്കുക. ആദ്യം ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഔട്ടർ സർഫസ് മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അതിൻ്റെ ജ്യൂസസൊക്കെ അകത്ത് തന്നെ റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മീറ്റ് ഇങ്ങനെ ഇടാൻ നേരത്തെ തന്നെ അതിൻ്റെ ഫാറ്റ് പതുക്കെ അങ്ങ് ഉരുകി വരും. അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ നല്ല നാച്ചുറൽ സാധനങ്ങൾ കിട്ടും. അപ്പോൾ നേരെ ഡയറക്റ്റ് മരത്തിൽ നിന്ന് തന്നെ പറിക്കാം. എന്താ ഇവിടെ വന്നുള്ളൊരു പ്രത്യേകതയാണ്, നാച്ചുറലായിട്ട് സാധനം കിട്ടും. സോ കുരുമുളക് എന്തായാലും വേണം. അതായിരിക്കും അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് എൻഹാൻസർ. അപ്പോൾ കുറച്ച് കുരുമുളക് എടുക്കുക. പിന്നെ അത്യാവശ്യം ഫാദറിനുള്ള ചെറിയ ഏലക്കയുടെ കൃഷിയുണ്ട്. അപ്പോൾ കുറച്ച് പച്ച ഏലക്ക ഫ്രഷായിട്ട് കിട്ടണമെന്നാണ് കേട്ടോ. കുറച്ച് പച്ച ഏലക്ക.
പച്ച ഏലക്ക കുറച്ച്, ഇതിപ്പോൾ പിഞ്ചാണ്, പിഞ്ചായിട്ടുള്ളതാണ്. ലേശം ഒരു 3-4 അല്ലി, 4-5 അല്ലി. ബേസിക്കലി ഉണക്ക ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പച്ച ഏലക്ക. മക്കളൊന്ന് മാറിക്കേ. ഇത് ഡയറക്റ്റ് ഇതിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഓക്കെ, ഏകദേശം നന്നായിട്ടൊന്ന് കുറച്ചൊന്നത് ഗ്രില്ലായി. ലേശം ഇതിൻ്റെ ഫാറ്റ് കണ്ടോ, കുറച്ച് ഫാറ്റ് അതിൻ്റെ പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഐ വോണ്ടഡ് ടു ടേക്ക് ഔട്ട് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ ആ സ്കിന്നിൽ നിന്ന് വരുന്ന ഒരു ഫാറ്റ് പുറത്തോട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഏലക്ക ലേശം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ആക്ച്വലി ഈ ഗ്രേവി ഉണ്ടാക്കാൻ നേരത്തും വേണം ഇഞ്ചി, പക്ഷെ എന്നാലും ചതച്ചിടാൻ നേരത്ത് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും. കുറച്ച് വെളുത്തുള്ളി ഇടുക, ലേശം പച്ചമുളക് ഇതിൻ്റെ അകത്തോട്ട് ഇടുക, കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കണം. സോ പോർക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്, കുക്കായി, അത്യാവശ്യം ഔട്ടർ ലെയർ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന സാധനത്തിൽ നമ്മളൊരു സ്പെഷ്യൽ ഒരു സാധനം വെക്കും. അത് നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾ കണ്ടു കാണത്തില്ലായിരിക്കും, പക്ഷേ ഇത് നമ്മുടെ കുടംപുളി ഒരു അടിപൊളി ഒരു കോമ്പിനേഷനാണ് പോർക്കിൻ്റെ കൂട്ടത്തിൽ. പോർക്ക് കുക്കാകാൻ നേരത്തെ 2 കാര്യങ്ങൾ അത് ചെയ്യും. പോർക്കിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഈ ബാക്ടീരിയാസും കുറച്ച് ഈ പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഒരുപാട് അതിൻ്റെ അകത്ത് ഈ ടേപ്പ് ഫോമും അതിൻ്റെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒരു മീറ്റാണത്. അത് ബേസിക്കലി അതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അതിനെ ക്ലെൻസ് ചെയ്യണം. 2 രീതിയിലാണ് അതിനെ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തപ്പം അത് ചെറുതായിട്ടൊരു ക്ലെൻസിങ് നടക്കും. അതല്ലാതെ ഇതൊരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളൊരു സാധനമാണ്. കുടംപുളി പോർക്കിൻ്റെ കൂട്ടത്തിൽ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ 2 ചെറിയ പീസും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കീറിയിട്ട് ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കൊടുക്കും. അത് മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. നമ്മളുടെ പാൻ അതിനുശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലേശം പ്രകൃതി അനുഗ്രഹിച്ചാണ് സവാള ഒന്ന് വരട്ടിയെടുക്കുക. ഇത് ശ്രദ്ധിക്കണം, കുറച്ച് നന്നായിട്ടൊന്ന് കാരമലൈസ് ആവണം, നല്ലൊരു കളർ വരണം. വരട്ടാൻ നേരത്തെ തന്നെ ലേശം ഉപ്പിടുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഈ പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് വരട്ടി അങ്ങ് എടുക്കുക. ഈ കുടംപുളി ഫുള്ള് ചതഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ കേസ് അഥവാ കൂടുതൽ കുടംപുളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പീസ് റിമൂവ് ചെയ്യാം. ഒരുപാട് പുളിപ്പ് തോന്നുന്നുണ്ട് ഗ്രേവിക്കുന്ന ആ പീസൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. സോ ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചതച്ചിടുക. കുറച്ചിട്ടാൽ മതി, ബാക്കി നമ്മൾ ഫിനിഷ് ചെയ്യാൻ നേരത്തിടാം. കുറച്ചൊന്ന് ഞെരടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിലൊക്കെ പുറത്തോട്ട് ഇറങ്ങും. മല്ലിപ്പൊടിയാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് കാണും. സോ അത് ലേശം കുറച്ച് കൂട്ടിയിട്ടോ, ഒരുപാട് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കയ്പ്പ് കാണും. മുളക് പൊടി ഇടുക, ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആക്കണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മസാല നന്നായിട്ട് കുക്കാകണം. അത് നന്നായിട്ട് റോസ്റ്റായി വരണം.
ഓക്കെ, നമ്മുടെ മസാല റോസ്റ്റായി. ഇനി നമ്മൾ അടുത്ത് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് സാധാരണ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതൊരു നല്ലൊരു ഫ്ലേവറാണ്. ഇതും പോർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പം അടുത്ത് നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻ്റാണ് കുറച്ച് സോയാ സോസ്. സോയാ സോസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതൊരു കളറ് കൊടുക്കും. പിന്നെ പോർക്ക് സാധാരണ നമ്മുടെ മലയാളികൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. പക്ഷേ ഗ്ലോബലി നമ്മൾ നോക്കാൻ നേരത്ത്, ഇൻ്റർനാഷണലി നമ്മൾ നോക്കാൻ നേരത്ത് ലേശം ഒരു സ്വീറ്റ് ടിഞ്ചും പോർക്കിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാറുണ്ട്. ഇതിന് ഒരുപാട് സ്വീറ്റ്നെസ് വേണ്ടെങ്കിലും ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒരു സോർനെസ്സും കൊടുക്കും ഈ സോയ. അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നൊരു ഉമാമി ഫ്ലേവർ ഇൻകോപ്പറേറ്റ് ചെയ്യും. അത് മാത്രമല്ല, ഇത് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂട്ടത്തിലൊക്കെ ഇത് സൂപ്പറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു കളറാകും. ഇനിയും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ നേരത്തെ റെൻഡർ ചെയ്ത് വെച്ചിരുന്ന പോർക്കിനെ നമ്മൾ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക. ഇനി അങ്ങോട്ടുള്ള കുക്കിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇതിനെ ഇനി വേറെ ഒന്നും ചെയ്യണ്ട, സ്ലോ ആയിട്ട് അങ്ങ് കുക്ക് ചെയ്യുക. ഒരു മൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും അതിൻ്റെ ജ്യൂസും എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരും. നല്ലൊരു കളറ് കിട്ടും, നമ്മുടെ പോർക്കിന് നല്ലൊരു ബോഡി കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ടൊമാറ്റോ യൂസ് ചെയ്തിട്ടില്ല. രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നാണ് നമ്മുടെ കൊടംപുളി, അതല്ലാതെ നമ്മൾ കുറച്ച് സോയാ സോസും ഇട്ടിട്ടുണ്ട്, ലേശം ഉപ്പും ഇട്ടിട്ടുണ്ട്. ആ ഫാറ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും മോനെ ഒരു ഒന്നൊന്നര ഫ്ലേവറായിരിക്കും. പിന്നെ ഫിനിഷ് ചെയ്യാൻ നേരം നമുക്ക് കുറച്ച് വേണമെങ്കിൽ മീറ്റ് മസാലയും ലേശം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്കങ്ങ് ഫിനിഷ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേണ്ടത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യാൻ വിടുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ആയതിനു ശേഷം ഇത് നമുക്കൊരു കുക്കറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഫിനിഷ് എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പാനിൻ്റെ അകത്ത് ഇട്ടിട്ട് കുരുമുളക് പൊടിയും ലേശം നമ്മുടെ മീറ്റ് മസാലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. സെമി ഗ്രേവി ആക്കാം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, സോ സംഗതി റെഡിയാണ്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത് ഏകദേശം ഒരു 30 to 35 മിനിറ്റ്സോളം ഇതിനെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തു. ഇനി ലേശം ഫിനിഷിങ് ടച്ചസാണ്, ലേശം പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇടുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലേശം മീറ്റ് മസാലയും കൂടി ഇടുക. ആൻഡ് ഈ മസാല ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 5 to 6 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേവി ആയിട്ട് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടി തിക്കാക്കിയിട്ട് സെമി ഗ്രേവി ആക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. 2-3 എലിമെൻറ്റ്സ് ഇതിലുണ്ടായിരിക്കും. ഒന്ന്, ഈ നമ്മൾ സോയാ സോസ് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ടിഞ്ച് ഓഫ് സ്വീറ്റ്നെസ് കാണും. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൈസിനെസ്, അടിപൊളി ഒരു സ്പൈസി എലിമെൻറ്റും കൂടി കാണും. അപ്പം ഇറ്റ്സ് എ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. അപ്പോൾ നമ്മുടെ നാടൻ ഒരു ഫ്ലേവറും ചെറിയൊരു ഉമാമി ഫ്ലേവർ, ഈ ഉമാമി ഫ്ലേവർ പോർക്കിൻ്റെ കൂട്ടത്തിൽ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണ് ഉമാമി ഫ്ലേവറും കൂടി വരാൻ നേരത്തെ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു പോർക്ക് കറിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ റൈസ്, കപ്പ, അങ്ങനെയുള്ള ഏത് സ്റ്റാർച്ചിൻ്റെ കൂട്ടത്തിലും പോർക്ക് അടിപൊളിയായിട്ട് പോവും. അപ്പം അങ്ങനെ നമ്മുടെ ഒരു നാടൻ വേരിയേഷൻ ഓഫ് എ പോർക്ക്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് പോർക്കിനെ സ്കിന്നോട് കൂട്ടത്തിയിട്ട് കുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അതായത് പോർക്കിൻ്റെ ഫാറ്റിൽ തന്നെ ആ മീറ്റ് ലേശം കുക്കാവും. അപ്പോൾ അത്
തരുന്ന 2 പ്രയോജനങ്ങളാണ്. അങ്ങനെ ആദ്യം ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ലോങ് ആയിട്ട് സ്റ്റൂയിങ്, അതായത് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ നേരത്ത് ഈ മീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസിൻറ്റഗ്രേറ്റ് ആകത്തില്ല. അതിൻ്റെ ജ്യൂസസ് അകത്ത് സീലാവും. ഔട്ടർ ലെയർ നന്നായിട്ട് കവറായി ജ്യൂസസ് അകത്ത് സീലാവും. അപ്പോൾ അങ്ങനെ നമ്മളൊരു 1.5 പോർക്ക് കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ നേരത്ത് ലേശം നമ്മുടെ ഒരു നാടൻ ടച്ച്, ലേശം ഒരു ഫിനിഷിങ് ടച്ച് എന്ന് പറയാൻ കുറച്ച് കറിവേപ്പില എടുക്കുക, നന്നായിട്ട് ഞെരിടുക, ആയിട്ടങ്ങ് ഫിനിഷ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആഹാ, നെയ്യൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഞെക്കിയതാണ് ഇങ്ങനെ അങ്ങ് റെഡിയായിട്ട് വരും. സോ ഗൈസ്, ഒരു ഫിനിഷിങ് ടച്ചാണ്. നമ്മൾ കുറച്ച് മല്ലിയില, അപ്പം ഇവിടെ നല്ല ആഫ്രിക്കൻ മല്ലിയില എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നുന്നില്ല. സൂപ്പർ ഒരു സാധനമാണ്, അടിപൊളി ഫ്ലേവറാണ് ഇതിൻ്റെ. നല്ല മല്ലിയുടെ ഒരു ഫ്ലേവർ കാണും. ഇതിനെ പിടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെരടി അങ്ങ് ഇടുക. ഒരു ഫിനിഷിങ് ടച്ചാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത് ഇട്ടിട്ട് ലേശം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് അതിനെ കുക്ക് ചെയ്തിട്ട് നിങ്ങളതിനെ ഓഫ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കലാപരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് എന്താ പറയുക, ജഡ്ജ് ചെയ്യാൻ ഒരാളെ ക്ഷണിക്കണം. എനിക്ക് സത്യം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാര്യം പുലിമടയിലാണ് കയറി പണിയുന്നത്. അപ്പം ഒരു എക്സ്പേർട്ട് ഇവിടെ ഉണ്ട്. മദർ ഇൻ ലോ ആണ്. മമ്മി ഒന്ന് വാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ പറ. എനിക്ക് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഇത്രയും പേടിയില്ലായിരുന്നു. മമ്മി, ഇനി പോർക്കിൻ്റെ ടേസ്റ്റ് സൂപ്പർ. ഓ, അത് ചുമ്മാ ആക്കിയതാണ്. നന്നായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് മമ്മി, ഇത് പോർക്കിന് നമ്മുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കിട്ടി. ഇനി ഇതിന് ശേഷമായിരിക്കും മമ്മി ശരിക്കുള്ള അഭിപ്രായമൊക്കെ പറയാൻ പോകുന്നത്. അത് പിന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ പോർക്ക് അങ്ങനെ റെഡി.